ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലാ. രാവിലെ തന്നെ ഞാൻ ഇവിടെ കുക്കിംഗ് പരിപാടി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. പൊരിക്കാനുള്ള ചിക്കനൊക്കെ ഞാൻ ഇവിടെ മസാല പുരട്ടി മാറ്റി വെച്ചേക്കാണ്. തൊട്ടപ്പുറത്ത് കറി വെക്കാനുള്ള ഉള്ളിയുണ്ട്. കറി വെക്കാനുള്ള ചിക്കൻ ആണെങ്കിൽ ഇവിടെ എണ്ണ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് ടാങ്കും കൂടെ കലക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോന്നാണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഇവിടെ ചെറിയ വിശേഷം ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോഴത്തേക്കും ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇവരെന്റെ വീട്ടിൽ അതിഥികളൊന്നുമല്ല, സ്ഥിരം ആൾക്കാരാണ്. ഇതുങ്ങൾ വന്നാൽ പിന്നെ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, വീടെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അതിനിടയ്ക്ക് ചെറുതായിട്ട് ഞാൻ ഒരു മുസ്ലിം കേളായിട്ടുണ്ട്, പൊട്ടിട്ട മുസ്ലിം കേൾ. ചെറുതായിട്ടൊന്നും മഞ്ചത്തിയായിട്ടില്ലേ. പിന്നെ വിശേഷം എന്താന്ന് വെച്ചാ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എല്ലാരും കൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചു. എല്ലാരും ഒന്നുമില്ല, എങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രം. വലിയ ആഘോഷമൊന്നുമില്ല, ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്, അത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം നടക്കുന്ന എന്റെ ബർത്ത്ഡേയുടെ തലേദിവസമാണ്, അതായത് ഇന്നലെ. പക്ഷെ ഇന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് എന്റെ ബർത്ത്ഡേ അന്ന്, ചുരുക്കി പറഞ്ഞ പെരുന്നാളിന്റെ അന്ന്. അപ്പൊ ഈ കേക്ക് കട്ടിങ് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ നന്ദി ഉണ്ടേ. പിന്നെ ഇതുപോലെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ പുണ്യം ചെയ്യണമല്ലേ. സ്വന്തം മുടി സൂക്ഷിച്ചില്ലെങ്കിലും കൂട്ടുകാരുടെ മുടി സൂക്ഷിക്കാൻ എന്താ ഒരു ആത്മാർത്ഥത. പിന്നെ അപ്പുറത്ത് ജോലിയായിട്ടിരുന്ന് എന്നെ വിളിച്ചു വരുത്തിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് കിട്ടിയ വാക്കിലെ പൊട്ടിച്ചോക്കില്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളമാണ്. പൊട്ടിച്ചോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച അതേ സാധനം. പിന്നെ കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങാൻ വേണ്ടിട്ട് അമ്മയടുത്ത് കുറെ കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവരുടെ 1-2 ഡ്രസ്സിന്റെ ഷേപ്പ് അടിക്കാണ്ടായിരുന്നു, അതൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും അവർ എനിക്ക് പണി തരാനാണോ വന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ 2 എന്റെ പാവേനടുത്ത് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പപ്പും കൂടെയെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഫസ്റ്റ് വാർ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ സെക്കൻഡ് വാർ. ഈ ഒരു യുദ്ധത്തിന്റെ വിജയം ആരാണെന്ന് അറിയാനുള്ള ത്രില്ലിലാണ് ഞാൻ. അതിന്റെ ഇടയിൽ ഇവിടെ കുനിച്ചേർത്തി കൂമ്പിലിടി നടക്കുകയാണ്. ഇതത് തന്നെ, വീട് പോലും ബാക്കി വെക്കൂലെന്നാണ് തോന്നുന്നത്. ഇനി നന്നാ ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഓരോന്നിനായിട്ട് അങ്ങ് പറഞ്ഞു വിടാൻ തുടങ്ങി. അപ്പൊ അടുത്തതും പോവേണ്. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.